ഓരോ പ്രാവശ്യവും നമ്മൾ റെഡ് ക്ലോ ക്രേഫിഷുകളുടെ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ സൈസിനെ കിട്ടും. വലിയ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ട്രേകളിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഷെല്ല് പൊഴിച്ച് വലിയ സൈസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ കാണുന്ന ബോക്സുകളിൽ കിടക്കുന്നുണ്ട് ഒരു അഡൾട്ടും ബാക്കി ഈ കാണുന്ന 2 ബോക്സിൽ കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ സൈഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ട്രേകളിലും കിടക്കുന്നത് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ട്രേകളിലാണ് ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനകത്ത് ചിലതൊക്കെ വലുതായി ഷെല്ലൊക്കെ പൊഴിച്ച് ഭയങ്കര സൈസായിട്ടുണ്ടായിരിക്കും. ചിലത് ആ സൈസ് ആയതിൻ്റെ പകുതി സൈസും ചിലത് പകുതിയിൽ കുറഞ്ഞ സൈസ് ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വലുതും ചെറുതൊക്കെ മിക്സായി കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇവർ തമ്മിൽ കടിപിടി കൂടിയിട്ട് കൈയും കാലൊക്കെ മുറിഞ്ഞു പോകുന്ന കേസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണത്തിന് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വലിയ സൈസായിട്ടുള്ള കുഞ്ഞുങ്ങൾ. നമ്മൾ മുമ്പ് വാട്ടർ ചേഞ്ച് ചെയ്ത സമയത്ത് ഇതുപോലെ 2 എണ്ണത്തിനെ കിട്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒറ്റയ്ക്ക് സെപ്പറേറ്റ് ട്രേകളിലായിട്ട് 2 വലുതിനെ ഇട്ടിട്ടുണ്ട്. ഇനി ഇപ്പോൾ കിട്ടിയതിനെ സെപ്പറേറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബേസിന് ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ആ കപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെടികൾ അതിൻ്റെ മുകളിൽ നമ്മൾ അതിന് സ്ട്രെസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ കപ്പിൽ ഇട്ട് കൊടുത്തതാണ്. അത് തിരിച്ച് നമുക്ക് ഈ ടബിലേക്ക് ഇടാം. ഇത്രയും ചെടികളല്ല, ഇനിയും ചെടികൾ അപ്പുറത്തുണ്ട്. അവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഈ ബേസിനിൽ ഈ ചെടി കവർ ചെയ്ത് ഇടണം. അതിനകത്ത് നമുക്ക് 2 ഹൈഡിങ് സ്പോട്ടും സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു ടബിനകത്ത് ഹൈഡിങ് സ്പോട്ടും ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രേഫിഷിനെ ഇതിലേക്ക് ഇറക്കി വിട്ട് ഇതിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ആക്കുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ അറിയാത്തവരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇത് റെഡ് ക്ലോ ക്രേഫിഷുകളാണ്. പേരിലുള്ളതുപോലെ തന്നെ ഇതിൻ്റെ ക്ലോസിൽ റെഡ് കളർ വരുന്നതുകൊണ്ടാണ് ഇതിനെ റെഡ് ക്ലോ ക്രേഫിഷ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ക്രേഫിഷിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ റെഡ് ക്ലോ ക്രേഫിഷ് എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. ഈ വലിയ കുഞ്ഞുങ്ങളുടെയൊക്കെ സൈസ് കണ്ടില്ലേ, അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്. ഏകദേശം ഒരു 2 ഇഞ്ച് സൈസ് വരും. നമ്മൾ മുമ്പ് ഇതിൻ്റെ ബ്രീഡിങ്ങും അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ തീരെ പൊടി കുഞ്ഞുങ്ങളായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കിടന്നിരുന്നത് ഏകദേശം ഇതിൻ്റെ പകുതി സൈസ് വരുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത് മറ്റ് കുഞ്ഞുങ്ങളുടെ കൂടെ കിടന്നു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താവും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റുന്നത്. ഇവരെ മെയിലും ഫീമെയിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇവരെ ബ്രീഡ് ചെയ്യിക്കാനും എളുപ്പമാണ്. അത്യാവശ്യം എല്ലാ ക്ലൈമറ്റുമായിട്ടും ഇവർ അഡാപ്റ്റ് ആവുന്ന ക്രേഫിഷുകളാണ്. കുറച്ച് ഹാർഡി ആയിട്ടുള്ള വെറൈറ്റിയാണ്. പിന്നെ ഇവർക്ക് മെയിനായിട്ട് വേണ്ടത് ഹൈഡിങ് സ്പോട്ടുകളാണ്. അതുപോലെ തന്നെ ഷെയ്ഡും കാര്യങ്ങളൊക്കെയാണ്. കാരണം പ്രത്യേകിച്ച് ഇവർക്ക് ഷെല്ല് പൊഴിക്കുന്ന സമയത്തൊക്കെ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ആംബിയൻസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്ട്രെസ്സ് വരികയാണ് ചെയ്യുന്നത്, എന്നിട്ട് ഡെഡായി പോവും. പിന്നെ എയറേഷൻ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പ് വരുത്തണം അവർക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ വെള്ളത്തിലുണ്ട് എന്നുള്ള കാര്യം. നമ്മൾ ഒരു ട്രേകളിലും എയറേഷൻ കൊടുക്കുന്നില്ല, വാട്ടർ ചേഞ്ച് മാത്രമാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് നമ്മൾ ഇതുപോലെ PVC വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ചെടികളും കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ വെള്ളത്തിലെ ഓക്സിജൻ തീരെ കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് PVCയുടെ മുകളിൽ കയറി നിന്നിട്ട് ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചെടികളുടെ മുകളിൽ അവർക്ക് കയറി നിന്നിട്ട് അവർക്ക് ഡയറക്റ്റ് ബ്രീത് ചെയ്യാനായിട്ട് പറ്റും. ഇവരെ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് വളരെ വലിയ സൈസൊന്നും ആക്കേണ്ട കാര്യമില്ല. ഇവരൊരു 4 ഇഞ്ച് 5 ഇഞ്ചൊക്കെ ആകുമ്പോൾ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഇത് അത്യാവശ്യം സൈസ് വയ്ക്കുന്ന ക്രേഫിഷുകളാണ്. ഫ്രഷ് വാട്ടർ ക്രേഫിഷുകളിൽ ഏറ്റവും സൈസ് വയ്ക്കുന്ന വെറൈറ്റിയാണ് ഈ റെഡ് ക്ലോ ക്രേഫിഷുകൾ. ഏകദേശം 1 ഫീറ്റ് വരെ നീളം വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 500 ഗ്രാം വരെ വയ്ക്കാറുണ്ട്. ഈ ക്രേഫിഷുകളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ മീനുകളുടെ അതുപോലെ തന്നെയാണ്, സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നല്ല രീതിയിൽ ഗ്രോത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കും അതിനകത്ത് ആവശ്യത്തിന് എണ്ണം, അതായത് എണ്ണം കുറച്ചൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിലാണ് ഓരോന്നും മാക്സിമം സൈസിലേക്ക് വരുന്നത്. നമ്മൾ എണ്ണം കൂട്ടിയിട്ടാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഗ്രോത്തും കുറവായിരിക്കും. പിന്നെ ഇവർക്ക് സ്ട്രെസ്സും കൂടുതലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫൈറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തീർച്ചയായിട്ടും അവരുടെ ഗ്രോത്തിനെ ബാധിക്കും, ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ വളർത്തുന്ന ടാങ്കുകളിൽ നല്ല രീതിയിൽ തന്നെ ഹൈഡിങ് സ്പോട്ടുകൾ വേണം. അതുപോലെ തന്നെ ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഇപ്പോൾ ഗ്രീൻ നെറ്റോ അല്ലെങ്കിൽ ഡ്രസ് അടിച്ച അത്തരത്തിലുള്ള സംഭവങ്ങളോ, അതായത് ഷെയ്ഡുള്ള ഒരു ആംബിയൻസ് വേണം. ഇനി അത്യാവശ്യം ലൈറ്റ് അടിക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ തന്നെ ഇതേപോലെ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് പോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. എങ്കിലും ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ്. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ച് വെള്ളം ചൂടായി ടെമ്പറേച്ചറിൽ സഡൻ ഷിഫ്റ്റ് വരുന്നതൊക്കെ ഇവർക്ക് പ്രോബ്ലമാണ്. ഇവരുടെ മെയിൻ ഫുഡായിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നത് ഇതുപോലെയുള്ള പ്ലാന്റ്സ് നല്ല രീതിയിൽ അവർ കഴിക്കും. അതുകൊണ്ട് തന്നെ വാട്ടർ പ്ലാന്റ്സ് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ലൊരു ഫുഡാണ്. അതുപോലെ തന്നെ നമുക്ക് പെല്ലറ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ സിങ്കിങ് പെല്ലറ്റ്സും ഇതുപോലെ ചെടികളുമാണ് കൊടുക്കുന്നത് ഫുഡായിട്ട്. പെല്ലറ്റ് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പെല്ലറ്റ് ഫുഡും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചെടികളും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ഫുഡായിട്ട്, ഡയറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആഴ്ചയിൽ 2 തവണയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്, അതായത് പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് ഫുൾ ടൈം ഇവരുടെ ഈ ഒരു ക്രേറ്റിനകത്ത് അല്ലെങ്കിൽ ട്രേക്കകത്ത് ഇതുപോലെ ചെടികളുണ്ടായിരിക്കും. അപ്പോൾ അവർ അതും കഴിക്കും. അതുകൊണ്ട് ഫുഡ് ഇല്ലാത്തൊരവസ്ഥ ഇവർക്ക് വരുന്നില്ല. പിന്നെ പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോബ്സ്റ്ററും ക്രേഫിഷും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നിങ്ങൾ പല ആൾക്കാരും ലോബ്സ്റ്ററിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനെ പല ആൾക്കാരും ഫ്രഷ് വാട്ടർ ലോബ്സ്റ്റർ എന്ന് വിളിക്കാറുണ്ട്. അത് ശരിക്കും ഒരു നിക് നെയിം പോലെയൊക്കെ വിളിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് ക്രേഫിഷുകളാണ്. ക്രേഫിഷുകൾ ഫ്രഷ് വാട്ടറിലാണ് ജീവിക്കുന്നത്. അവർക്ക് സോൾട്ട് വാട്ടറിൽ
ജീവിക്കാനായിട്ട് സാധിക്കില്ല, ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതേസമയം ലോബ്സ്റ്ററുകളാണ് എന്നുണ്ടെങ്കിൽ അവർ ഉപ്പുവെള്ളത്തിലാണ് ജീവിക്കുന്നത്, അതായത് കടലിലാണ് അവരെ കണ്ടുവരുന്നത്. അവരുടെ ഷേപ്പൊക്കെ ഏകദേശം ഇതേപോലെ തന്നെയാണ്. പിന്നെ വേറെ വെറൈറ്റിയിലുള്ള ലോബ്സ്റ്ററുകളും ഉണ്ട്. ഈ ലുക്കല്ലാതെ കുറച്ച് ഡിഫറെൻറ്റ് ലുക്കിലുള്ള ലോബ്സ്റ്ററുകളും ഉണ്ട് കടലിൽ. പിന്നെ വേറൊരു വ്യത്യാസം ലോബ്സ്റ്ററുകളും ക്രേഫിഷുകളും തമ്മിലുള്ളത് സൈസാണ്. ഇവരെക്കാളും ഇരട്ടി സൈസുള്ള ലോബ്സ്റ്ററുകളുണ്ട് കടലിൽ. അപ്പോൾ സൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോബ്സ്റ്ററുകളാണ് ഭീമന്മാർ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ലോബ്സ്റ്ററുകളും അതുപോലെ തന്നെ ക്രേഫിഷുകളും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ്. നമ്മൾ കുറേ കൂടി പ്ലാൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്യും. എങ്കിലും നമ്മളിങ്ങനെ തിക്കി കൂട്ടി എന്താ പറയുക കവർ ചെയ്ത് വെക്കില്ല, ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും കൊടുക്കുന്നത്. അതായത് എപ്പോഴും ഇത് ഇങ്ങനെ ചെടികൾ ഇടുന്ന സമയത്ത് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ചെടികൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തിങ്ങി തീരെ ലൈറ്റ് അടിക്കാത്ത രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തിക്കായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചെറിയ രീതിയിൽ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട്, അതായത് കുറച്ച് ലൈറ്റ് അകത്തേക്ക് കടക്കുന്ന രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിടുന്നതാണ് നല്ലത്. ഞാൻ മറ്റ് ട്രേകളിലൊക്കെ നേരത്തെ കാണിച്ചു, എല്ലാത്തിലും നമ്മൾ ചെടികൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവർ ഈ ചെടികളുടെ അടിയിൽക്കൂടെയൊക്കെ നടന്നു പോകുന്നത് കാണാം തല കീഴായിട്ട്. അതായത് ഈ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ചെടികളുടെ നേരെ താഴെ തന്നെ അവർ തല കീഴായിട്ട് അടിയിൽ കൂടെ നടന്നു പോകുന്ന കാണാം. അതിൻ്റെ അടിയിലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ കഴിക്കാൻ, അതുപോലെ തന്നെ ഈ ഇല കഴിക്കുന്നത് ഞാൻ പറഞ്ഞു, അവരുടെ ക്ലോസ് ഉപയോഗിച്ച് അവർ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചെടികളും അതുപോലെ തന്നെ പെല്ലറ്റ് ഫുഡുമാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവർ വേറെ പല സംഭവങ്ങളും കഴിക്കും. അതായത് നമ്മളിപ്പോൾ നോൺ വെജ് ആയിട്ടുള്ള ഈ മണ്ണിരകൾ പോലുള്ള സംഭവങ്ങളെയൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ, അതുപോലെ തന്നെ ചെമ്മീൻ പോലുള്ള സംഭവങ്ങളൊക്കെ തീരെ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ അവരത് കഴിക്കും. പക്ഷേ ശരിക്കും ഇവർക്ക് ഇതേപോലുള്ള നോൺ വെജ് ഐറ്റംസ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് അധികം റെക്കമെൻഡഡ് അല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ സോഴ്സ് വല്ലാതെ ഇവർക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഈ മോൾട്ടിങ്ങിൻ്റെ പ്രോബ്ലം വരും. ഇവർ ഷെല്ല് പൊഴിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ ഷെല്ല് പൊഴിക്കുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് മോൾട്ടിങ്. അപ്പോൾ ഈ ഷെല്ല് പൊഴിക്കുന്നതുമായിട്ട് അവർക്ക് ചില സ്ട്രെസ്സുകൾ വരുന്നതാണ് പറയുന്നത്. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ഷെല്ല് പൊഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് പ്രോട്ടീൻ ഓവറായിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇവർക്ക് ഈ നോൺ വെജൊക്കെ റെഗുലറായിട്ട് കൊടുക്കുന്നത് അധികം റെക്കമെൻഡഡ് അല്ല. കൂടുതൽ ഇതുപോലെ പ്ലാന്റ്സും വിത്ത് പെല്ലറ്റും കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ മറ്റ് മീനുകളെ വളർത്തുന്നതിനേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ക്രേഫിഷുകളെ കെയർ ചെയ്യുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ കുറേ സംഭവങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ പറഞ്ഞ പോലെ ഹൈഡിങ് സ്പോട്ട് വേണം, അതുപോലെ ചെടികൾ വേണം, സെപ്പറേറ്റ് കണ്ടെയ്നറുകൾ വേണം. അതാണ് ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ മീനുകൾക്ക് കൊടുക്കുന്ന പോലെയൊക്കെ തന്നെയാണ് വാട്ടർ ചേഞ്ച് ഒക്കെ വരുന്നത്. പക്ഷേ ഇതേപോലെ നമ്മൾ മാറ്റിയിടാനൊക്കെ സെപ്പറേറ്റ് കണ്ടെയ്നറുകളും അതുപോലെ ഹൈഡിങ് സ്പോട്ടുകൾ ഈ ചെടികളൊക്കെ നന്നായിട്ട് വേണം. പിന്നെ ഇവരെ ആൽഗെ വാട്ടറിലും വളർത്താം. ആൽഗെ വാട്ടറിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെടികൾ കാര്യങ്ങളൊന്നും ഇടാനായിട്ട് പറ്റില്ല. ആൽഗെ വാട്ടറിൽ ഇവർ നല്ല രീതിയിൽ അഡാപ്റ്റ് ആവും. പക്ഷേ ഇവരെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. കാരണം മീനുകളുടെ പോലെയല്ലോ, മീനുകൾ മുകളിലേക്ക് വരും, പക്ഷേ ഇവർ താഴെയാണ്. അതുകൊണ്ട് നമുക്ക് ഇവരെ കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവരെ മോണിറ്റർ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ശരിക്കും ആൽഗെ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവർ ആൽഗെ വാട്ടറിൽ നല്ല രീതിയിൽ അഡാപ്റ്റ് ആവുന്ന ക്രേഫിഷുകളാണ്. ആൽഗെ വാട്ടറിൽ നമ്മൾ ഇതുവരെ ഇതിനെ വളർത്തിയിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. ഇവരുടെ കളർ നല്ല ബ്രൈറ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.